ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും നല്ല സുഖം. ഒരു പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനും ഉപ്പയും കൂടി രാവിലെ തന്നെ കണ്ണൂരേക്ക് പോയെന്ന് ഒരു ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു, കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനും ഉപ്പയും രാവിലെ തന്നെ കണ്ണൂരിലേക്ക് പോയെന്ന്. ഈ ഒരു വഴി ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ വ്ലോഗിലും വീഡിയോസിലൊക്കെ കാണിച്ചു തന്നെ, എന്നാലും ഇതിലേക്ക് കൂടി പോകുമ്പോൾ നമുക്കിപ്പോൾ ഇത് വീഡിയോ എടുക്കണം, ഇവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. അത്രയും ഭംഗിയാണ് കാണാൻ. അപ്പോൾ രാവിലെ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ. എൻ്റെ കുഞ്ഞു ഫോണിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാണാം, ഇത്രയും എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ, എൻ്റെ ഫോണിൻ്റെ പരിമിതി കൊണ്ട്. പക്ഷേ അതിനേക്കാളും സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കാണാൻ. അപ്പോൾ ഞാനും ഉപ്പയും കൂടി രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയാണ്. ശ്രീചന്ദിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, എന്നെ കാണിക്കാൻ. അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിൽ എത്തണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. നമുക്ക് കുറേ ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റിങ്ങിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് വിട്ടത് ഒരു 7 മണിക്കാണ്. ഒരു 8 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മളോട് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അന്നേരമായിരിക്കും ഭയങ്കര ദാഹവും അതുപോലെ ഭയങ്കര വിശപ്പൊക്കെ തോന്നുന്നത്. അതുപോലെ തന്നെയൊന്നും എനിക്ക് ഒന്നും കഴിക്കാൻ പാടില്ല, വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് ഭയങ്കര വിശപ്പുണ്ടായിന്. ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ഇങ്ങനെ ആർത്തിയെടുത്ത് നിൽക്കുന്നുണ്ടതിന്. എങ്ങനെയൊക്കെയോ സഹിച്ചു തന്ന്. ലാസ്റ്റ് ടെസ്റ്റിനൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും ഉപ്പയും കൂടി പോയിട്ട് നാസ്ത കഴിച്ചു. അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി, ദോശ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡെയിലി വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ, അപ്പോൾ മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടാണ് ഞാനും ഉപ്പയും. പിന്നെ 8 മണിക്ക് തുടങ്ങിയ ചെക്കപ്പ് കാര്യം, ഡോക്ടറെ കാണിക്കൽ, റിപ്പോർട്ട് കാണിക്കൽ, അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാണ് കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങുമ്പം 12:30 ആയിട്ടുണ്ടതിന്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചെടിയുടെ മുകളിൽ ചെടി ഉണ്ടായിരുന്നു, ഒരു വള്ളി. അപ്പോൾ നല്ല കുറേ പൂക്കളിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി മണം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്. കുറച്ച് വലിയ പൂവാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മരത്തിനും ചുറ്റുമായിട്ട് ഈ വള്ളി ഇങ്ങനെ ചുറ്റി നിന്നിട്ട് ഫ്ലവേഴ്സ് മൊത്തം കവർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതിനൊരു വലിയ കായ ഉണ്ടായിരുന്നു, ഒരു ബോൾ പോലെ. അതൊന്നും എന്താ സംഭവം എന്നറിയില്ല, പക്ഷെ നല്ല സ്മെല്ലുണ്ട്. മാഷാ അല്ലാ, നല്ല രസമുണ്ടായിട്ട് ആ കണ്ണിന് കാണാൻ. പിന്നെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനും ഉപ്പയും കൂടി പുറത്തിറങ്ങി. പിന്നെ കുറേ ഇങ്ങനെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനുണ്ടോ നോക്കി, നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി, അടുത്ത എവിടെയും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കി. അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അതേ ലൈനിൽ ഒരു പുലരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു, നല്ല നാടൻ ഫുഡ് കഴിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാക്കൊരു വെറൈറ്റി സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഉപ്പ പറഞ്ഞു ഞാനിവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ നമ്മൾ അറിയാം, പക്ഷേ ഹോട്ടലിൻ്റെ പേരൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാൾ ഉദ്ദേശിച്ച സ്ഥലം ഒന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ പൊരിച്ചതായിട്ട് കല്ലുമ്മക്കായ് ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായത്. അവിടെ വേറെയും കുറേ ഫ്രൈ ഉണ്ടായിരുന്നു, അയില പൊരിച്ചത്, മത്തി പൊരിച്ചത്, മറ്റേ കക്ക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ വാങ്ങിയത്. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ജ്യൂസ് കുടിക്കാമെന്നുണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ വിചാരിച്ചു ജ്യൂസും കൂടി കുടിച്ചിട്ട് ഹെവി ആവും, അതുകൊണ്ട് ഞങ്ങളങ്ങനെ ജ്യൂസൊന്നും കുടിക്കാൻ നിന്നില്ല, ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് വിട്ടു. പിന്നെ വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ വേറെ ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു നമുക്ക്. അവിടെ കാണിച്ച റിപ്പോർട്ട് അനുസരിച്ചിട്ട് വേറെയും കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ വേറെ ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി പിറ്റേന്നാട്ടം നോക്കാമെന്നുള്ള ഭാഗത്തിൽ. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഉമ്മാമ്മ ഇവിടെ നല്ല വെച്ചിട്ടുണ്ടായിരുന്നു, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് പായസം പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാനും ഉപ്പയും കൂടി ടൗണിലേക്ക് പോയി. പിറ്റേന്ന് ദിവസത്തെ കാര്യമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പിറ്റേന്ന് ദിവസം ഞാനും ഉപ്പയും കൂടി ടൗണിലേക്ക് പോയി. പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു, ഡോക്ടറെ കാണിച്ചു. അതിന് ശേഷം ഉപ്പാക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ബോംബെയിൽ. അപ്പോൾ ആ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷർട്ടൊക്കെ എടുത്തു. പിന്നെ ഇന്നലെ ജ്യൂസ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പാലുദയിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അടിപൊളിയായിട്ട് 2 ദിവസം 2 ദിവസം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് കറക്കം നടന്നു, ഫുഡ് കഴിക്കലും നടന്നു. ഫുഡ് കഴിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയ പോലെയായിരുന്നു എൻ്റെ അവസ്ഥയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു, പിന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് ആരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഒരു കുഞ്ഞ് ഇമോജിയെങ്കിലും കമൻറ്റായിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.